പ്രൈസ് ഗോഡ്. വലിയ ജയമായി ഇന്ന് പകലിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ മെസ്സേജ് പ്രിപ്പയർ ചെയ്ത് ഇന്ന് രാവിലെ വീണ്ടും എടുത്ത് ധ്യാനിച്ചപ്പോൾ ഇത്ര വലിയ ജയമാണെന്ന് കരുതിയില്ല. ഇന്ന് രാവിലെ ഞാൻ എടുക്കുന്ന മെസ്സേജും അത് തന്നെയാ. യേശു ക്രിസ്തു മുഖാന്തിരം ജയം. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 57-58 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 15-57-58 വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങനൊരു ദൈവമുണ്ട്. ജയം നൽകുന്ന ദൈവം. പരാജയം നൽകുന്ന ദൈവമല്ല, തകർച്ചകൾ നൽകുന്ന ദൈവമല്ല, ജയം നൽകുന്ന ദൈവം. എന്നാൽ ചിലരിങ്ങനെ പറയുന്നു, ഞാൻ ദൈവത്തെ വിളിച്ചിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ ഒത്തിരിയൊക്കെ ആരാധിച്ചിട്ടും ഒക്കെയും ബ്രദറെ വേണ്ടുന്ന വണ്ണം ഒരു മെച്ചം എനിക്കില്ലല്ലോ എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഒന്നും കൂടെ നിങ്ങൾ ആഴമായി പരിശോധിക്കുക. ഇന്നുവരെയും സ്വർഗത്തിലെ ദൈവം എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാ സമയവും നിങ്ങൾക്ക് ജയമേ തന്നിട്ടുള്ളൂ. കരമൊന്നടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും കർത്താവ് നിങ്ങൾക്ക് ജയം മാത്രമേ നൽകിയിട്ടുള്ളൂ. സത്യമായും പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചത് ഒരു പരാജയപ്പെടുവാൻ വേണ്ടിയല്ല, ഒരു പരാജയത്തിന്റെ ദർശനമല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. എല്ലാറ്റിൻ്റെ മേലും പൂർണ്ണ ജയം. നമ്മൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയാലും, അതേത് വിഷയമായാലും, പാപത്തിൻ്റെ ആ പിടിയിൽ അകപ്പെടുന്ന സമയത്തും ലോകത്തിൻ്റെ പിടിയിൽ അകപ്പെടുന്ന സമയത്തും എല്ലാ സമയത്തും എല്ലായിടത്തും നമുക്ക് അവൻ പൂർണ്ണ ജയം നൽകി തരുന്നവനാ. എന്നാൽ എവിടെയെങ്കിലും ഇന്ന് പകൽ പരാജയം അനുഭവിക്കുന്നെങ്കിൽ, എവിടെങ്കിലും പിശാചി നിങ്ങളെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും ഏറിയിൽ സാമ്പത്തിക വിഷയത്തിലോ കുടുംബജീവിതത്തിലോ തലമുറകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ എവിടെയും ഒരു ശൂന്യത ഇന്ന് പകൽക്കാലം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവരെടുത്തൂടെ വലിയൊരു ഉറപ്പിനായി ഇന്ന് പകൽ ഒരു പ്രവചന ദൂതായി പരിശുദ്ധാത്മ നിങ്ങളോട് പറയുന്നു, ഇന്ന് പകൽ നിങ്ങൾക്ക് ജയമുണ്ട്. ഇന്ന് പകൽ അതെത്ര പേര് ഏറ്റെടുക്കുവാൻ തയ്യാറാകും? ഇന്ന് പകൽ എനിക്ക് ജയമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാ, നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് എഴുതിയിരിക്കുമ്പോൾ ആ ജയം നമുക്ക് പ്രാപിക്കുവാൻ അതിന് തൊട്ടു മുകളിൽ ഒരു വാക്കും കൂടെ ഉണ്ട്, യേശു ക്രിസ്തു മുഖാന്തരം. അങ്ങനെ എഴുതിയിരിക്കുന്നേ, യേശു ക്രിസ്തു മുഖാന്തരം. വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ജയകരമായ ഒരു ജീവിതം നയിക്കുവാനായി കഴിയണമെങ്കിൽ, ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നടത്തുവാൻ കഴിയണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ മുഖാന്തരമേ ഉള്ളൂ. അത് യേശു ക്രിസ്തു എന്ന മുഖാന്തരമാണ്. ഇന്ന് പകൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ കിടന്ന ഞാൻ, വിലയ്ക്ക് വാങ്ങപ്പെട്ടതും പാപത്തിന്റെ പിടിയിൽ കിടക്കുന്ന ഞാൻ, രക്ഷിക്കപ്പെട്ടതും ദൂരസ്ഥനായിരുന്ന ഞാൻ ഇന്ന് പകൽ സമീപസ്ഥനായിരുന്നതും, തിന്മയിൽ പെട്ട് കിടന്ന എൻ്റെ കുടുംബം, ശാപത്തിൽ പിടിക്കപ്പെട്ട എൻ്റെ കുടുംബം ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെട്ടതും, തകരുമെന്ന് മനുഷ്യൻ വിധിയെഴുതിയ സ്ഥാനത്ത് പരാജയപ്പെടാതെ നിലനിന്നതും മറ്റൊന്നും കൊണ്ടല്ല, യേശു ക്രിസ്തു മുഖാന്തരം. ഓ, എത്ര പേർ അതിന് ഹല്ലേലൂയ പറയുന്നുണ്ട്? യേശു ക്രിസ്തു മുഖാന്തരം. യേശുവിന്റെ സ്നേഹമാ, ആ കാൽവറിയിലെ സ്നേഹമാ, അവൻ നൽകിയ സ്നേഹമാ ഇന്ന് പകൽ ഞാൻ നിലനിൽക്കുന്നേ. ആ ക്രൂശിൽ നോക്കുന്നവർക്ക് ഇന്ന് പകൽ അവന്റെ സ്നേഹത്തെ കാണുവാനായി കഴിയും. എന്നാൽ ബൈബിൾ പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്ക് അത് ദൈവശക്തിയുമാ. ഹല്ലേലൂയ. ഈ സഭയിൽ കൂടിയിരിക്കുന്ന എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട് ജയകരമായൊരു ജീവിതം നയിക്കണമെന്ന്?
പല വിഷയത്തിന്റെ മുൻപിൽ, പല പ്രതികൂലത്തിന്റെ മുമ്പിൽ, പല നിന്ദകളുടെ മുമ്പിൽ, പല ആക്ഷേപങ്ങളുടെ മുമ്പിൽ, പല ശൂന്യതകളുടെ മുമ്പിൽ പുറകോട്ട് പോകുന്ന ഒരു വലിയ കൂട്ടത്തെ നമുക്ക് കാണാനായി കഴിയും. എന്നാൽ പുറകോട്ട് പോകുന്നവരുടെ കൂട്ടത്തിലല്ല നമ്മൾ, മുൻപോട്ട് പോകുന്നവരുടെ കൂട്ടത്തിലാ. കാരണം ഞാനും നിങ്ങളും ജീവിക്കുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. എത്ര പേര് സ്തോത്രം ചെയ്യുവാനുണ്ട്? പൗലോസ് പറയുന്നു, ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. ആമേൻ. നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, നമ്മുടെ കയ്യിൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് സ്തോത്രം ചെയ്യും. അയ്യോ കർത്താവ് എത്ര നല്ലവനാ ബ്രദറെ, എൻ്റെ യേശു എനിക്കത് തന്നു, എൻ്റെ കർത്താവ് എൻ്റെ മോടെ കല്യാണം നടത്തി, എൻ്റെ ദൈവം എനിക്ക് ആ വിടുതൽ തന്നു, രോഗം മാറ്റി, ഗൾഫിൽ പോകാൻ വഴി തുറന്നു, പൈസ തന്നു, എല്ലാം പറയാൻ തയ്യാറാ. എന്നാൽ ഇതൊന്നും ലഭിക്കാതെ ഇരിക്കുമ്പോഴും, ഇതൊന്നും കിട്ടാതെ ഇരിക്കുമ്പോഴും വിശ്വാസത്താൽ അതിനെ കണ്ടോണ്ട്, somebody come on, വിശ്വാസത്താൽ അതിനെ കണ്ടോണ്ട് ഇന്ന് പകൽ എത്ര പേർ സ്തോത്രം ചെയ്യുന്നവരിവിടെ ഉണ്ട്? ഇന്ന് പകൽ കാഴ്ചയാൽ ഉള്ള ജീവിതം അല്ലിത്, ഇത് വിശ്വാസത്താലുള്ള ജീവിതമാ. ബൈബിൾ പറയുന്നു, എന്റെ നീതിമാൻ അവൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ ജീവിക്കുന്നത് വിശ്വാസത്താലാ. നിങ്ങൾക്ക് യേശുവിനെ എങ്ങനെ അറിയാം? നിങ്ങൾ യേശുവിനെ എങ്ങനെയാണ് അറിഞ്ഞത്? ഒറ്റ വാക്കിൽ ഉത്തരം പറയാമോ? യേശുവിനെ നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? കരമുയർത്തി പറഞ്ഞേ, വിശ്വാസത്താൽ. ഹല്ലേലൂയ. 2010 വർഷങ്ങൾക്ക് മുൻപ് നയീനിലും കബർന്നഹോമിലും ബഥാനിയയിലും വന്ന് പ്രവർത്തിച്ച, അത്ഭുതങ്ങൾ ചെയ്ത യേശുവിനെ നേരിട്ട് കണ്ട ആരും ഇതിനകത്തിരിപ്പില്ല. 2010 വർഷങ്ങൾക്ക് മുൻപ് ബഥാനിയയിൽ വന്ന യേശുവിനെ കബർന്നഹോമിൽ, നയീനിൽ, പാലസ്തീനയുടെ വിവിധ സ്ഥലങ്ങളിൽ നടന്നും സഞ്ചരിച്ചും ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ പ്രസ്താവിച്ച്, അന്ധന്റെ കണ്ണ് തുറന്ന്, ചെകിടന്റെ ചെവി കേൾപ്പിച്ച്, മരിച്ചവരെ ഉയർപ്പിച്ച്, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കി, മുടന്തരെ നടത്തി, ഊമരെ സംസാരിപ്പിച്ച യേശുവിനെ നേരിട്ട് കണ്ട ആരും ഇതിനകത്തില്ല. പിന്നെ എങ്ങനെയാ യേശുവിനെ നമ്മൾ കണ്ടത്? ചേർന്ന് പറ, വിശ്വാസത്താൽ. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിലൂടെയാണ് ഞാൻ യേശുവിനെ കണ്ടേ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഇന്ന് നാം അവനെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. വിശ്വാസത്താൽ അവനെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോഴോ നാം അവനെ മുഖാമുഖമായി കാണും. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ യേശുവിനെ മുഖാമുഖമായി കാണാൻ കഴിഞ്ഞില്ലേലും അവന്റെ മഹിമ കണ്ട, അവന്റെ മഹത്വം കണ്ട, അവൻ ആരെന്ന് ജീവിതത്തിൽ രുചിച്ചറിഞ്ഞവരാ ഇന്ന് പകൽ ഇതിനകത്ത് വന്നിരിക്കുന്നവർ. അവരെ ആരും പഠിപ്പിച്ചതല്ല, ആരും അവരിൽ ഇഞ്ചക്ട് ചെയ്തതല്ല, അവരത് അനുഭവിച്ചതാ. ഇന്ന് പകൽ ടെസ്റ്റ് ചെയ്തവരല്ല, അവർ ടേസ്റ്റ് ചെയ്തവരാ, അവർ രുചിച്ചവരാ. അതാ സങ്കീർത്തനക്കാരൻ പറഞ്ഞേ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, രുചിച്ചറിവിൻ. എന്തേലും കിട്ടുമെന്നറിയാൻ, എന്തേലും വിടുതൽ നടക്കുമെന്നറിയാൻ, എന്തേലും ഒരു അത്ഭുതം കിട്ടുമെന്നറിയാൻ. എന്നാൽ ഇന്ന് പകൽ അവനെ രുചിച്ചറിഞ്ഞവരുണ്ട്. ഓ, അവരുടെ കരം സ്വർഗമെന്ന് കാണട്ടെ. അവനെ രുചിച്ച്, യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിഞ്ഞവരുണ്ട്, അവനെ ശരണമാക്കിയവരുണ്ട്. അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇന്ന് പകൽ അവർ താഴ്ചയല്ല, അവർ ഉയർച്ച തന്നെ പ്രാപിച്ചിരിക്കും. കാരണം ഇന്ന് പരാജയമുണ്ടേലും, ഇന്ന് പ്രശ്നമുണ്ടേലും അവർക്ക് ജയമുണ്ട്. ഹല്ലേലൂയ. ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ ഞാൻ കാണുന്നത്. പൗലോസ് പറയുന്നു, ഇന്ന് നാം അവനെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. എത്ര പേർ പറയും, ഞാൻ ഈ വേദപുസ്തകത്തിലൂടെ യേശുവിനെ കണ്ടെന്ന്? എത്ര പേർ പറയും, ഞാൻ ഈ ബൈബിളിലൂടെ, ഈ വചനമാകുന്ന കണ്ണാടിയിലൂടെ ഞാൻ യേശുവിനെ കണ്ടു? അവരുടെ കരമൊന്ന് ഉയർന്നിരിക്കട്ടെ. ഈ വചനമാകുന്ന കണ്ണാടിയിലൂടെ ഞാൻ യേശുവിനെ കണ്ടു. ഇപ്പോൾ ഈ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നീ കണ്ട യേശുവിനെ പൗലോസ് പറയുന്നു, ഒരു ദിവസം നീ മുഖാമുഖമായി കാണും. ഓ, കരമൊന്നടിച്ച് നീ മുഖാമുഖമായി കാണും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങൾ വിശ്വാസത്താൽ കണ്ട യേശുവിനെ നിങ്ങൾ മുഖാമുഖമായി കാണാൻ പോവുക. ഞങ്ങളുടെ ആഗ്രഹമതാ, ഞങ്ങളുടെ ലക്ഷ്യമതാ, ഞങ്ങളുടെ കൊതിയതാ. ഞങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു, അവൻ പോയതുപോലെ മടങ്ങി വരും. അവന്റെ മുഖം ഞങ്ങൾ കാണും, അവന്റെ തേജസ് കണ്ട് ഞങ്ങൾ തൃപ്തരാകും. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഞങ്ങൾ അവന്റെ മുഖം കണ്ട് തൃപ്തരാകും. ഹല്ലേലൂയ.
അപ്പോൾ ഇന്ന് വിശ്വാസത്തിൽ ഞാൻ കണ്ട യേശുവിനെയാ ഞാൻ വരുന്ന ദിവസങ്ങളിൽ മുഖാമുഖമായി കാണാൻ പോന്നേ. അതിന്റെ മറുഭാഗൂടെ പറയട്ടെ, ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്തോ. അത് സംഭവിക്കാൻ പോവാ. ഇന്ന് പകൽ ചില വലിയ ഡെലിവറൻസിനകത്ത് ചെയ്യാൻ പോവാ, കർത്താവ് ചെയ്യാൻ പോവാ. ഇന്ന് വിശ്വാസത്തിൽ നീ കണ്ടതിനെ, ഇന്ന് നീ വിശ്വാസത്തിൽ കണ്ട യേശുവിനെ നാളെ നീ മുഖാമുഖമായി കാണുമെങ്കിൽ മറുഭാഗം, ഇന്ന് നീ വിശ്വാസത്തിൽ കാണുന്നതെല്ലാം നാളെ നീ മുഖാമുഖമായി കണ്ടിരിക്കും. ജീസസ്, ഞാൻ എന്തോ വിശ്വസിക്കുന്നേ അതാ എന്നിൽ സംഭവിക്കുന്നേ. ഞാൻ എന്തോ വിശ്വസിക്കുന്നേ അതാ ഇനി നടക്കാൻ പോകുന്നേ. അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. എങ്ങനെ വിശ്വസിച്ചു? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. സാറയുടെ ഗർഭപാത്രം ചുരുങ്ങിപ്പോയെന്നറിയാം, തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചു പോയെന്നറിയാം. എങ്കിലും അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ അരികിൽ വരും. നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന വ്യക്തികൾ എഴുന്നേറ്റെന്ന് വരും. മൈ ഗോഡ്, ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുകയാ. നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന കുത്തുവാക്കുകൾ വന്നെന്ന് വരും. നിങ്ങളെ മുറിവേൽപ്പിക്കുന്ന ക്ഷീണിപ്പിക്കുന്ന അവസ്ഥകൾ വന്നെന്ന് വരും. എന്നാൽ വിശ്വാസത്തിൽ നീ ക്ഷീണിക്കാതിരുന്നാൽ, വിശ്വാസത്തിൽ നീ താഴോട്ട് പോകാതിരുന്നാൽ, നിന്റെ കാൽ ചുവടുകൾ നീ മുൻപോട്ട് വെച്ചാൽ, ചില വിടുതലുകൾ ഇന്ന് പകൽ സ്വർഗം ഇതിന് മധ്യ ചെയ്തുകൊണ്ടിരിക്കുക. അതേറ്റെടുക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ഹൃദയത്തെ നിരുത്സാഹപ്പെടുത്താൻ, നിന്റെ ചിന്തയെ മറിച്ചു കളയാൻ പിശാച് വ്യക്തികളെ കരങ്ങളിൽ ഉപയോഗിക്കും. ചില ബന്ധങ്ങൾ ഇല്ലാതെയാക്കാൻ, ചില വ്യക്തികൾ നിന്നെ അകറ്റി മാറ്റാൻ, ചില നന്മകൾ ഇല്ലാതെയാക്കാൻ പിശാച് ചിലരെ കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. Amen. Glory to God. മോറിയ മലമുകളിലേക്ക് അബ്രഹാം കയറി പോകുമ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. വർഷങ്ങൾ പ്രാർത്ഥിച്ചു ഒരു തലമുറയ്ക്ക് വേണ്ടി. അബ്രഹാമാ ഈ സഭയ്ക്ക് പേരിട്ടെ. എൽ ഷദായ് എന്ന വാക്ക് അബ്രഹാമിനോടാ ദൈവം പറഞ്ഞേ. അബ്രഹാം അത് വിളിച്ചു പറഞ്ഞു, അവൻ സർവശക്തിയുള്ള ദൈവം. എൽ ഷദായ് എന്ന വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഓൾ മൈറ്റി ഗാഡ്, സർവശക്തൻ. അവനാൽ ഒന്നും അസാധ്യമല്ല. ഓൾ മൈറ്റി ഗാഡ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മോറിയ മലയിലേക്ക് അബ്രഹാം പോകുമ്പോൾ അബ്രഹാമിനോട് യഹോവയാകുന്ന ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഏക മകനെ നീ എനിക്ക് യാഗം കഴിക്കണം. വർഷങ്ങൾ കാത്തിരുന്ന് ലഭിച്ച കുഞ്ഞാത്. ഏറ്റവും നല്ലത് നീ കർത്താവിനായി മാറ്റിവെക്കണം. എപ്പോഴും അബ്രഹാം ഫോക്കസ് ചെയ്തിരിക്കുന്നത് ദൈവമുഖമാണ്. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം, ദൈവത്തെ എങ്ങനെ ആരാധിക്കാം. നല്ല യാഗപീഠം പണിത് യാഗവസ്തുക്കളെ യാഗപീഠത്തിന്റെ മേൽ വെച്ച് ദൈവത്തിന് ഉത്തമമായ യാഗം കഴിക്കുന്ന ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായിരുന്നു അബ്രഹാം. അബ്രഹാമിന് മറ്റ് ചിന്തയും ശ്രദ്ധയും ഒന്നുമില്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ ദൈവത്തിലായിരുന്നു. ചേർന്ന് സ്തോത്രം ചെയ്യാമോ? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, ദൈവത്തെക്കാൾ അധികമായി അബ്രഹാം മറ്റൊന്നിനെയും സ്നേഹിച്ചിരുന്നില്ല. എന്നാൽ തനിക്കൊരു ഇസഹാക്കിനെ ലഭിച്ചപ്പോൾ, എന്നെ ശ്രദ്ധിച്ച് കേട്ടാട്ടെ, തനിക്ക് ഒരു ഇസഹാക്കിനെ ലഭിച്ചപ്പോൾ, ആ ഇസഹാക്ക് ലഭ്യമായി കഴിഞ്ഞപ്പോൾ സത്യത്തിൽ സ്നേഹം ഷെയർ ചെയ്യപ്പെട്ടു. സമയം ഡിവൈഡ് ചെയ്തു. ഒത്തിരി വർഷം കൂടിയിരുന്ന് കിട്ടിയ മോനാ. അബ്രഹാമിന്റെ ശ്രദ്ധ കുറച്ച് ഇസഹാക്കിലോട്ട് പോയി. സ്നേഹം പകുതി മാറ്റപ്പെട്ടപ്പോൾ ഇപ്പൊ പഴയതുപോലെ കക്ഷിക്ക് യാഗം കഴിക്കാൻ സമയമില്ലാതെ വന്നപ്പോൾ അബ്രഹാമിനോട് സ്വർഗം ഇടപെട്ട് പറഞ്ഞു, നീ ഏറ്റവും സ്നേഹിക്കുന്നതിനെ എനിക്ക് തരുവോ? ഇതിനാ ശരിക്കും പറയുന്ന വിശ്വാസത്തിന്റെ പരിശോധനയെന്ന്, അല്ലാതെ റബ്ബറെ പാലില്ലാത്തതിനല്ല. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല.
ഏറ്റവും സ്നേഹിക്കുന്ന, നീ ഏറ്റവും വാല്യുബിളായി എണ്ണുന്ന, നീ ഏറ്റവും വിലമതിക്കുന്ന, നിന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതിനെ, നീ ഏറ്റവും ഇഷ്ടപ്പെടുന്നതിനെ ചൂണ്ടിക്കൊണ്ട് സ്വർഗം ചോദിക്കുക, നീ ഇത് എനിക്ക് തരുവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഇതിനെ എനിക്ക് തരുവോ? മടി കൂടാതെ അവനെ നൊന്ത് പ്രസവിച്ച സാറയോട് പോലും അബ്രഹാം അനുവാദം ചോദിക്കാതെ തൻ്റെ മകനെ കൊണ്ട് മോറിയ മലയിലേക്ക് കയറിപ്പോയത് കൊണ്ട് ആമീൻ താൻ ഏറ്റവും സ്നേഹിച്ചതിനെ ദൈവത്തിന് കൊടുക്കാൻ അവൻ തയ്യാറായപ്പോൾ വിശ്വാസത്തിന്റെ പരിശോധനയിൽ അബ്രഹാം ജയിച്ചു. എങ്ങനെ ജയിച്ചേ? ആമീൻ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി. ആമീൻ ഇവൻ എൻ്റെ മോനെ തരാൻ, അവൻ്റെ മകനെ തരാൻ അവൻ മടിക്കായ കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, അവൻ എല്ലാത്തിനേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നവനാണ്. അവൻ എല്ലാത്തിനേക്കാൾ, എൻ്റെ പ്രസ്റ്റീജിനേക്കാൾ അധികം, എൻ്റെ പാരമ്പര്യത്തെക്കാൾ അധികം, എൻ്റെ എല്ലാ വലിയ പാരമ്പര്യത്തെക്കാളും കുടുംബ പേരിനേക്കാളും എൻ്റെ പ്രസ്റ്റീജിനേക്കാൾ അധികം ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അബ്രഹാമിനോട് സ്വർഗം പറഞ്ഞു, നിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് തരാൻ മടിക്കായക കൊണ്ട്. ന്മാരുടെ ദൈവമല്ല, ദൈവം ഉത്സാഹികളുടെ ദൈവമാ. ഇന്ന് പകൽ ആമേൻ ചിലർക്ക് ചില കാര്യങ്ങളിൽ ഒരു ഇച്ചിരി മടിയുണ്ട്. ആമേൻ. ഇവിടെ വേറൊന്നും കാഴ്ച കാണാനില്ല. ഇവിടെ ഞങ്ങൾക്ക് നോക്കാനുള്ളത് ദൈവത്തിന്റെ മുഖം മാത്രമാ. ഞങ്ങൾക്ക് ആരാധിക്കാനുള്ളത് ദൈവത്തെ മാത്രമാ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. അബ്രഹാമിനോട് പറയുന്നു, നിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട്. ആ വാക്കിനായി സ്തോത്രം. മടിക്കായിക കൊണ്ട്, മടിയില്ലാത്ത കൊണ്ട്, നിനക്കെന്നെ ആരാധിക്കാൻ മടിയില്ലാത്തത് കൊണ്ട്, എനിക്ക് വേണ്ടി വേല ചെയ്യാൻ മടിയില്ലാത്തത് കൊണ്ട്, എന്റെ നാമത്തെ ഏറ്റുപറയാൻ മടിയില്ലാത്തത് കൊണ്ട്, ആരാധന കഴിക്കാൻ മടിയില്ലാത്തത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഓ, കരമൊന്നടിച്ചു ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ആ രംഗമൊക്കെ ഭയങ്കരമാണ്. മോറിയ മലയിലേക്ക് അബ്രഹാം കയറിപ്പോവുക. എന്നെ ശ്രദ്ധിക്കണം. കയ്യിൽ ഏകദേശം 12 വയസ്സോളം പ്രായമുള്ള ഇസഹാക്കുണ്ട്. ഇസഹാക്ക് അബ്രഹാമിന്റെ കയ്യിലുണ്ട്. ഇസഹാക്കിനെ കൊണ്ട് പോവുക. വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്. ചേർത്ത് പറഞ്ഞ വിറക്, കത്തി, തീ. ഇത് മൂന്നും വേണം ആരാധനയ്ക്ക്. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാവോ? ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ഈ ജനത്തെ വിറകായും എന്റെ വചനത്തെ തീയായും ഞാൻ അയക്കുന്നവനാ. വചനം തീ പോലെ വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന വിറകെല്ലാം കത്താൻ തുടങ്ങും. തീ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അവന്റെ കയ്യിലിരിക്കുന്ന വാള് കത്തി ദൈവവചനത്തെ കാണിക്കുന്നു. ദൈവവചനവും പരിശുദ്ധാത്മാവും കൂടെ ഒന്നിച്ച് ക്രിയ ചെയ്യുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട യാഗങ്ങൾ സാമീൻ ആരാധനാ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുക. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇസഹാക്കിനെ അബ്രഹാം മോറിയ മലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പാ, വിറകും കത്തിയുമുണ്ട്, യാഗമൃഗം എവിടെ? യാഗമൃഗം എവിടെ? മനുഷ്യന്റെ എല്ലാ കാലത്തും എല്ലാ സമയത്തുമുള്ള ചോദ്യമാ, ദൈവമേ എവിടെ? എന്റെ വിഷയത്തിന്റെ വിടുതൽ എവിടെ? ശിഷ്യന്മാർ ചോദിച്ചു, വളരെ പുരുഷാരമുണ്ട്, ഇത്ര പേർക്ക് പുരുഷാരത്തിന് കൊടുക്കുവാനുള്ള അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ? നമുക്ക് ഇവർക്ക് കൊടുക്കാനുള്ളത് എവിടെ? കടം വീട്ടാനുള്ളത് എന്തിയെ? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ളത് എവിടെ? ഒത്തിരി പ്രാർത്ഥിച്ചല്ലോ, എന്തേലും ഉണ്ടോ? എവിടെ? എവിടെ? എവിടെ എന്നുള്ള ചോദ്യത്തിന് മറുപടി ഒന്നേ ഉള്ളൂ, യഹോവ കരുതിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഇസഹാക്ക് ആ ചോദ്യം ചോദിക്കാനും ഒരു കാര്യമുണ്ട്. വിറകും കത്തിയും എല്ലാം ഉണ്ട്, യാഗമൃഗം. ഈ പുള്ളിക്കാരന് ചോദിക്കണമെങ്കിൽ ആരാധനയെക്കുറിച്ചുള്ള ആഴമേറിയ അനുഭവം അവനും ഉണ്ട്. കാരണം ആരാധനയ്ക്ക് പോകുമ്പോൾ
യാഗം കഴിക്കാൻ പോകുമ്പോൾ വിറകും കത്തിയും മാത്രം പോരാ, യാഗമൃഗം വേണമെന്ന് അബ്രഹാമിന്റെ മോൻ അറിയാം. റീസൺ എന്നാണെന്നറിയാം, അപ്പൻ ആരാധിക്കുന്നത് മോൻ കണ്ടിട്ടുണ്ട്. അപ്പൻ യാഗം കഴിക്കാൻ മുൻപ് പോന്ന മോൻ കണ്ടിട്ടുണ്ട്. ഒരു സത്യം ഞാൻ പറയാം, നിന്റെ തലമുറകൾ നീ ആരാധിക്കുന്ന ദൈവ പൈതലെങ്കിൽ, നീ സ്തുതിക്കുന്ന ദൈവ പൈതലെങ്കിൽ, ഞാൻ നിനക്ക് ഉറപ്പ് തരാം, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വിശ്വസിക്കുന്നവർ കരമൊന്നടിച്ച്, നീ ജീവനുള്ള ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, നീ അവന്റെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, നീ അവന്റെ നാമത്തെ ഉയർത്തുമ്പോൾ, നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതുമായിരിക്കും. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. യാഗത്തിനുള്ള മൃഗം എവിടെ? ഇസഹാക്ക് ചോദിച്ചതിന് പിന്നിൽ ആരാധനയെക്കുറിച്ച് അവൻ അറിയാം. ചേർന്ന് സ്തോത്രം ചെയ്യാം. ഒറ്റ മറുപടിയേ ഉള്ളൂ ബ്രദറെ, സിസ്റ്ററെ, യഹോവ കരുതിക്കോളും. ഇന്ന് പകൽ ഈ സഭയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഏതെങ്കിലും വിഷയത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? സ്കൂള് തുറക്കുക, കുഞ്ഞുങ്ങളെ എങ്ങനെ സ്കൂളിലേക്ക് അയക്കും, സെമസ്റ്റർ ഫീസ് എങ്ങനെ കൊടുക്കും, ആ വീടിൻ്റെ ലോൺ എങ്ങനെ കെട്ടും, എനിക്കൊരു ജീവിത പങ്കാളിയെ ലഭിക്കുമോ, എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവോ, എൻ്റെ ഭാവി എന്താകും ബ്രദറെ? ആയിരക്കണക്കിന് ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഒറ്റ ഉത്തരമേ ഉള്ളൂ, യഹോവ ജൈറ, ദൈവം നിനക്കായി കരുതും. മൈ ഗോഡ്, എത്ര പേർ പറയും എന്നോടായത്? ഹോ ഹല്ലേലൂയ. വാട്ട് ഈസ് യുവർ നീഡ്? എന്തോ നിന്റെ ആവശ്യം? God will provide everything to you. സകലതും ദൈവം നിനക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പോവുക. എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നേ? സ്ഥലം പോരാതെ വരുവോളം. അതുകൊണ്ട് പത്രോസ് പറഞ്ഞേ, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിപ്പീൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ. സത്യം, നിറകണ്ണുകളോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ സഭയിലുള്ള മുഴുവൻ ജനത്തിനും, നിങ്ങളുടെ പാസ്റ്ററിനും ഉൾപ്പെടെ പറയാൻ കഴിയും, എന്റെ കർത്താവ് ഇതുവരെ കരുതിയേ. എത്ര പേര് എന്നോട് കൂടെ സാക്ഷ്യമുള്ളവരുണ്ട്? എങ്ങനെയെന്ന് ചിന്തിച്ച സ്ഥാനത്ത്, എവിടെ എത്തുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത്, എന്തായി തീരുമെന്ന് കരുതിയപ്പോൾ അവിടെയെല്ലാം എനിക്ക് വേണ്ടതെല്ലാം, വാട്ട് ഈസ് യുവർ നീഡ്? ഞാൻ പറയട്ടെ, അധികപ്പറ്റായിട്ട് തരുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, കൂട്ടിവെക്കാൻ തരുന്ന കാര്യമല്ല പറയുന്നത്. നിന്റെ നീഡ് അനുസരിച്ച് ഞാൻ ചോദിക്കാം, ഇതുവരെ നിന്റെ എന്തേലും ഒരു ആവശ്യം ദൈവം മുടക്കിയിട്ടുണ്ടോ? എനിക്കിതിന് ഉത്തരം താ. നിന്റെ എന്തേലും ഒരു ആവശ്യം ദൈവം മുടക്കിയിട്ടുണ്ടോ? ഇല്ല ബ്രദറെ, ഇല്ലെന്നാണെങ്കിൽ ഒന്ന് കരമടിച്ചവനെ ഒന്ന് മഹത്വപ്പെടുത്ത. നിനക്ക് വേണ്ടതെല്ലാം Glory to God. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. എനിക്ക് വേണ്ടതെല്ലാം അവൻ കരുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ ഇടപെടലുകൾ ശ്രദ്ധിക്കണം. ഇസഹാക്കിനെ മോറിയ മലയിൽ അബ്രഹാം കൊണ്ടുവരുമ്പോൾ, ആ മോറിയ മല ചവിട്ടിക്കേറുമ്പോഴായി ഈ ചോദ്യം ഇസഹാക്ക് ചോദിച്ച, അപ്പ വിറകും കത്തിയുണ്ട്, യാഗത്തിനുള്ള മൃഗം എന്തിയെ? സത്യത്തിൽ പൊന്നുമോനെ, നീ കരയണ്ട, നമുക്ക് പ്രാർത്ഥിക്കാടാ എന്നാ പറഞ്ഞെങ്കിൽ അത്ഭുതം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് പകൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മുൻപിൽ നിനക്ക് വേണ്ടത് ഒരു പ്രാർത്ഥനയല്ല. നിനക്ക് വിരോധമായി നിൽക്കുന്ന ചോദ്യത്തിന് മുൻപിൽ നിനക്ക് വേണ്ടത് ഒത്തിരി സ്തോത്രമല്ല. നിനക്ക് വിരോധമായി നിൽക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ നിനക്ക് വേണ്ടത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളാ. ഞാൻ അനുഗ്രഹിക്കപ്പെടും, എന്റെ ദൈവം എന്നെ മാനിക്കും. നീ പാടാനും പ്രാർത്ഥിക്കാനും പോയിട്ട് നിനക്ക് എന്നാ കിട്ടി എന്ന് ചോദിക്കുന്നവരോട് പറയും, ഞാൻ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കും. എന്നാൽ ആ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തെ ദൈവം ശോധന ചെയ്യുന്നുണ്ട്. ദൈവകൃപയിലും ആത്മീയ ഭൗതിക നന്മകളിലും എല്ലാം ഒരു പ്രമോഷൻ എത്ര പേർ ആഗ്രഹിക്കുന്നു?
പ്രതികൂലം ഉണ്ടോ? എന്തേലും പ്രതികൂലം ഉണ്ടോ? പ്രതികൂലത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാ പ്രമോഷൻ. ചങ്കിനകത്തോട്ട് കൊള്ളുന്ന ചില ചോദ്യങ്ങളുടെ മുൻപിൽ തമ്പുരാൻ അബ്രഹാമിന്റെ ചങ്കെ കൊള്ളുന്ന ചോദ്യമാ ചോദിച്ചേ, നിന്റെ ഏകജാതനായ മകനെ എനിക്ക് തരണമെന്ന്. ഹല്ലേലൂയ. പക്ഷെ അതിന്റെ മുൻപിലും പതറിപ്പോകാതെ, തളർന്നു പോകാതെ, ഗോ ഹെഡ്, മുൻപോട്ട് പോ. നീ ചെയ്തു വന്നിരുന്ന ആരാധന മുടക്കരുത്. അബ്രഹാം നടത്തിക്കൊണ്ടുവന്ന യാഗവൻ മുടക്കിയില്ല. ചിലർ പ്രതികൂലം വന്ന പിന്നെ ആരാധിക്കത്തില്ല, പ്രശ്നം വന്ന പിന്നെ അവർ അനങ്ങാതിരിക്കും, വിഷയങ്ങളുടെ മുമ്പിൽ അവർ ചത്തവരെ പോലാകും. എന്നാൽ അങ്ങനെ അവർക്കല്ല പ്രമോഷൻ. ആ പ്രതികൂലത്തിന്റെ മുൻപിലും ശക്തിയോടെ എഴുന്നേറ്റ് അതിന്റെ മുൻപിലും ആർത്ത് വിളിച്ചോണ്ട് മിദ്യാനി ശക്തികൾ ഇസ്രായേൽ ജനത്തിന്റെ നന്മ മുടിച്ചപ്പോൾ, മിദ്യാനി ശക്തികൾ ഇസ്രായേൽ ജനം നട്ടുവളർത്തിയത് ഇല്ലാതാക്കിക്കൊണ്ടിരുന്നപ്പോൾ, ഗിദയോനെ ഇസ്രായേൽ ജനത്തിന്റെ നന്മകളെ ശത്രു മുടിച്ചപ്പോൾ, ഫെലിസ്ത്യർ ഇല്ലാതെയാക്കുമ്പോൾ, ഇത് കണ്ടോണ്ടിരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്, ഇത് കേട്ടോണ്ടിരിക്കാനല്ല വിളിച്ചത്. അല്ലയോ പരാക്രമശാലിയേ, നീ എഴുന്നേൽക്ക. ജയിക്കാനുള്ള കൃപ നിന്റെ അകത്തുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ഓടാനുള്ള ബലം എന്റെ കാലിനവൻ നൽകിയിട്ട എന്നെ ഓട്ടക്കളത്തിൽ നിർത്തിയേക്കുന്നേ. എത്ര പേര് ആമീൻ പറയും? ഓടാനുള്ള ബലം എന്റെ കാലിനവൻ നൽകിയത് കൊണ്ട് തന്നെയാ എന്നെ ഈ ഓട്ടക്കളത്തിൽ അവൻ നിർത്തിയേക്കുന്നേ. അതുകൊണ്ട് ഈ ഓട്ടത്തിൽ ഞാൻ നിന്നു പോകത്തില്ല, റിവേഴ്സ് ഗിയർ ഇടത്തില്ല, ഞാൻ മുൻപോട്ട് തന്നെ പോകും. ഓ, എത്ര പേർക്ക് ഹല്ലേലൂയ പറയാൻ കഴിയും? ജയം, ജയം. എല്ലായിടത്തും, എല്ലായ്പ്പോഴും, എല്ലാ സമയവും എനിക്ക് ജയം. നിന്ന് വരുമ്പം, പ്രശ്നം വരുമ്പം എല്ലാവർക്കും നിന്നയില്ല, എല്ലാരെയും ആരും കളിയാക്കത്തില്ല, എല്ലാരെയും ആരും കുറ്റം പറയത്തില്ല. യേശു പറയുന്നത് ഇങ്ങനെയാ, എന്റെ നാമം നിമിത്തം. അവിടെയാ വിഷയം. ചേർന്ന് പറഞ്ഞ, യേശുവിന്റെ നാമം നിമിത്തം. യേശുവിന്റെ നാമം പറയുന്നവനും യേശുവിനെ ആരാധിക്കുന്നവനും നിന്നയുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കളിയാക്കിയെന്ന് വരും. പ്രൈസ് ദ ലോർഡ്. മനുഷ്യൻ നിങ്ങളെ കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ നേരാ പാടേണ്ടത്, നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമാ എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ ഞാൻ പാടിടും. യേശുവിനെ യേശു പറഞ്ഞ എന്നാന്നറിയാവോ? മനുഷ്യൻ നിങ്ങളെ കുറിച്ച് സകല തിന്മയും കളവായി പറഞ്ഞുണ്ടാക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ച് കള്ളത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ, ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് തുള്ളുവീൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാ. ആ രംഗം ഭയങ്കരമാ. യാഗപീഠം പണിതു, വിറകടുക്കി. ആ സമയത്തെങ്ങും ദൈവം അബ്രഹാമിനോട് ഇടപെട്ടില്ല. എന്നെ ചിന്തിപ്പിച്ച ഒരാശയോടെ ഞാൻ പറയാം. അബ്രഹാം മോറിയാമലയിൽ വരുമ്പോഴേ അബ്രഹാമിന് വേണ്ടി ഒരു ആടിനെ യഹോവ അവിടെ കരുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മോറിയാമല മുഴുവൻ 100 മീറ്ററിനകത്തേ ഉള്ളൂ. ഈ മോറിയാമല മുഴുവൻ നടന്ന അബ്രഹാം കല്ലുകളെ പെറുക്കിയത്. അബ്രഹാം വരുന്നതിന് മുമ്പ് ഇവിടെ എന്നെ ഉണ്ടായിരുന്നു, മുൾപ്പടർപ്പിൽ ആടുണ്ടായിരുന്നു. എന്റെ ഭാഷ പറഞ്ഞ ആടിന്റെ കാൽച്ചുവട്ടിന്ന് വരെ അബ്രഹാം കല്ലു എടുത്തോണ്ട് പോയി. പക്ഷെ ആടിനെ കണ്ടില്ല. ഞാൻ ചിന്തിച്ചു, എന്നാ അതിന്റെ കാര്യം? കർത്താവ് എന്നോട് പറഞ്ഞ എന്നാന്നറിയോ? എടാ മോനെ, വിടുതൽ ആദ്യമേ ഇവനെ കാണിച്ചാൽ, ഞാൻ കൊടുക്കാനിരിക്കുന്ന നന്മ ആദ്യമേ ഇവന്റെ കയ്യിൽ കൊടുത്താൽ, ഇവൻ വിശ്വാസം പറയുകയില്ല. ഇന്ന് പകൽ ചിലതൊക്കെ മറച്ചു വെക്കുന്നത് നിന്റെ നന്മയ്ക്ക് തന്നെയാ. ഓ, എത്ര പേര് അതിന് ആമീൻ പറയും? ചിലതൊക്കെ ദൈവം മറച്ചു വെച്ചത് തരാതിരിക്കാനല്ല, ഒന്നും കൂടെ ഒന്ന് ബലപ്പെടാൻ, ഒന്നുകൂടെ ഒന്ന് ആരാധിക്കാൻ,
ഒന്നും കൂടെ ഒന്ന് പക്വതപ്പെടാൻ, ഒന്നുകൂടെ ഒന്ന് ഉയർച്ച പ്രാപിക്കാൻ. എന്നാൽ അത് തരാതിരിക്കത്തില്ല. നിന്റെ അപ്പത്തെ വെള്ളത്തിന് മീതെ നീ എറിഞ്ഞിട്ടുണ്ട്, അത് മടങ്ങി വന്നിരിക്കും. Hallelujah. Glory to God. വിറകടുക്കി ദൈവം മിണ്ടിയില്ല, കല്ലുപെറുക്കി ദൈവം മിണ്ടിയില്ല, കാലും കയ്യും മോന്റെ കൂട്ടിക്കെട്ടി ദൈവം മിണ്ടിയില്ല. അബ്രഹാം തന്റെ അരയിൽ നിന്നും കത്തി ഊരി ബാലനെ കുത്തി അവനെ യാഗമാക്കുവാനായി തുടങ്ങിയപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇത് യാഗപീഠം എന്ന് കരുതുക. മൈ ഗോഡ്, ഇത് യാഗപീഠം എന്ന് കരുതുക. ബാലകൻ ഇതിന്റെ മേളിലുണ്ട്. അബ്രഹാം കത്തി പൊക്കിയപ്പോഴും ദൈവം മിണ്ടിയില്ല. ബാലകന്റെ മേൽ കത്തി ഊങ്ങി അവനെ കുത്തുവാനായി യാഗമാക്കാൻ ശ്രമിച്ചപ്പോൾ അടിക്കപ്പം മിണ്ടിയില്ല, യാഗപീഠം പണിതപ്പം മിണ്ടിയില്ല, കയ്യും കാലും കൂട്ടിക്കെട്ടിയിട്ടും മതി നിന്നെ എനിക്ക് മനസ്സിലായി, നീ നല്ല പയ്യനാ എന്ന് പറഞ്ഞില്ല. അപ്പോഴൊന്നും മിണ്ടിയില്ല. എന്നാൽ ഇസഹാക്കിനും കത്തിക്കുമിടയിൽ, നിന്റെ പ്രതിസന്ധിക്കും നിന്റെ വാഗ്ദത്തത്തിനും ഇടയിൽ ഇതാ സ്വർഗം കേറുകയാ. ശ്രദ്ധിക്കണം, ഇതൊരു വലിയ മർമ്മമാ. ദൈവം പ്രവർത്തിക്കുന്ന എപ്പോഴും ഇങ്ങനെയാ. പ്രതികൂലം എന്റെ തലയ്ക്ക് മീതെ വരുമ്പോൾ വാഗ്ദത്തം എന്റെ തലയിലിരിക്കുക. വാഗ്ദത്തം എന്റെ തലയിലിരിക്കുന്നു. എന്റെ തലയ്ക്ക് മീതെ പ്രതികൂലങ്ങൾ വരുന്നു. ആ പ്രതികൂലം എന്നെ തകർക്കുവാൻ എന്റെ അരികിലെത്തുമ്പോൾ ഈ വാഗ്ദത്തം എന്റെ തലയിലിരിക്കുന്നതിനാൽ ദൈവം എന്നെ മറന്ന് കളയത്തില്ല. ദൈവം നിന്നെ മറന്ന് കളയത്തില്ല. ദൈവം നിന്റെ കുടുംബത്തെ മറന്ന് കളയത്തില്ല. ദൈവം നിന്റെ തലമുറയെ മറന്ന് കളയത്തില്ല. അതിന്റെ ഇടയിലോട്ട് അവൻ കയറുക. എത്ര പേർ പറയും, ഇത് എന്നോടാ, ഇത് എന്റെ കുടുംബത്തോടാ. ഇന്ന് പകൽ ആ പ്രതികൂലത്തിന് മധ്യേ നിനക്ക് ജയമാ. Praise God. Hallelujah. അബ്രഹാമേ, ബാലനെ മേൽ കൈവയ്ക്കരുത്, അവനെ തുടരുത്. കാരണം അവൻ വാഗ്ദത്ത സന്തതിയാ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. വാഗ്ദത്തമുള്ളവനെ വെടിവെച്ചാലും ചാകുകയില്ല. അനുഭവിച്ചവർക്കായി സ്തോത്രം. ബ്രദറെ, ചിലർക്ക് പലർക്കും ഭയങ്കര ഭയമാ. നിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം പറയാൻ നിങ്ങളുടെ ഉള്ളിൽ മടി കാണരുത്. നിങ്ങൾ കാണുന്നവരോടും നിങ്ങളെ കാണുന്നവരോടും നിങ്ങൾക്ക് കൈതരുന്നവരോടും നിങ്ങളെ സ്നേഹിക്കുന്നവരോടും നിങ്ങളോട് സഹകരിക്കുന്നവരോടും സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നിന്റെ അകത്തുള്ള യേശുവിൻ്റെ സ്നേഹത്തെ നീ അവനോട് പറയാൻ മറന്നു പോകരുത്. ബ്രദറെ, അങ്ങനെ ഞാൻ പറയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ നീ അനുഭവിക്കുന്ന സന്തോഷം അവൻ അനുഭവിക്കും. നിന്നെ വിടുവിച്ച യേശു അവനെ വിടുവിക്കും. നിന്നോടൊപ്പം അവനും നിത്യതയിൽ കാണും. അത് മാത്രമല്ല, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. അവന്റെ നാമത്തെ ആരെയും ഏറ്റു പറഞ്ഞിട്ടുണ്ട്, അവരനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പ്രിയമുള്ളവരെ, ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരമാ നമുക്കിന്ന് പകൽ ജയം. പാപികളായിരുന്ന നമ്മൾ, ശാപത്തിന്റെ അധീനതയിലായിരുന്ന നമ്മൾ, ലോകത്തിന്റെ പിടിയിലകപ്പെട്ട നമ്മൾ, ഇന്ന് പകൽ ദൈവമക്കളായി തീർന്നതിന്റെ പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ, യേശു മുഖാന്തിരം. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായി. ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴിൽ അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൽ കീഴ് ജനിച്ചവനായി നിയോഗിച്ച് അയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ.
ഈ വാക്യം എല്ലാ ദിവസവും എടുത്ത് ധ്യാനിക്കണം. കഴിയാണ് എല്ലാ സഭായോഗത്തിനും ഇത് 10 മിനിറ്റ് പറയണം. ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ ഓർമ്മിപ്പിക്കുന്ന നല്ലതാണ്. ഹല്ലേലൂയ. പുത്രനാന്നേ നീ അവകാശിയാ. ഓൾറെഡി നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചപ്പോൾ തന്നെ ആ പുത്രത്വം നിങ്ങളിലേക്ക് കർത്താവ് അയച്ചു കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ എത്ര പേര് അത് റിസീവ് ചെയ്തു? ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ ഒരു മൊബൈലിലേക്ക് ഒരു SMS അയക്കുമ്പോൾ മറുഭാഗത്തിരുന്ന് ഞാനിപ്പോൾ രഞ്ജിത്ത് ബ്രദറിൻ്റെ മൊബൈലിലോട്ട് ഒരു SMS അയക്കുക. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഓഫാണെങ്കിൽ എൻ്റെ SMS ആ മൊബൈലിൻ്റെ അരികിൽ ഇങ്ങനെ തട്ടിയും മാറിയും ഇങ്ങനെ നിൽക്കും. അതിൻ്റെ തരംഗങ്ങൾ ഇങ്ങനെ തട്ടി മാറി നിൽക്കും. എപ്പോൾ ഈ കക്ഷി മൊബൈൽ ഓൺ ആക്കുന്നോ ആ സെക്കൻഡിൽ അത് ഇൻബോക്സിൽ പോയി വീഴും. മനസ്സിലായോ? സത്യം പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ജനത്തെയും അവൻ അവൻ്റെ മക്കളാക്കി തീർത്തു. മക്കളെന്നുള്ള പദവി നൽകി. എന്നാൽ പലരും അതിനെ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ചിലർ പറയുന്നത് ഞാൻ അടിമയായിരുന്നോളാന്ന. ചേർന്ന ദൈവത്തെ സ്തുതിച്ചേ. മക്കളെങ്കിലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച എല്ലാ അനുഗ്രഹങ്ങളുടെയും പിന്നിലുള്ള ഒരു വെളിപ്പാടിതാ. ഞാൻ അവൻ്റെ മകനാ. അവൻ്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാ. ഞാൻ ഈ ലോകത്തിന് അനുരൂപനല്ല. ഞാൻ അവൻ്റെ പൈതലാ. അപ്പാന്ന് വിളിക്കാനുള്ള റൈറ്റ് അവൻ എനിക്ക് തന്നിട്ടുണ്ട്. ആഴിയെയും മൂഴിയെയും സൃഷ്ടിച്ച, അലറുന്ന സാഗരത്തിൻ്റെ തിരകൾക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിർത്തീർത്ത, നക്ഷത്രജാലങ്ങളെ പേർ ചൊല്ലി വിളിച്ച, ഭൂമിയിലെ പൊടിയെ ഒരു നാഴി കൊണ്ട് അളന്ന, ഈ ആകാശത്തെ ഒരു ബെഡ്ഷീറ്റ് പോലെ തിരശീല പോലെ വിരിച്ച, അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ള, മാറത്ത് പൊൻകച്ച കെട്ടിയ, വെള്ളോട്ടിന് സദൃശ്യമായ കാലുള്ള, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുയർത്തി ന്യായം വിധിക്കുന്ന 7 നക്ഷത്രങ്ങളെ വലങ്കയിൽ പിടിച്ച് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്ന, വന്നവൻ, വരുവാനിരിക്കുന്നവൻ, ഇരുന്നവൻ, ഇരിക്കുന്നവൻ. അവിടെ കൊണ്ടും തീർന്നില്ല. അവിടെ കൊണ്ടും തീർന്നില്ല. ദേവന്മാരിൽ അവന് തുല്യനായി വേറെ ആരുമില്ലാത്തവൻ. പത്രോസിന്റെ അമ്മായിയമ്മയുടെ കഠിന ജ്വരം തൊട്ട് പനി മുതൽ നാറ്റം വെച്ച ലാസറിന്റെ മരിച്ച ശരീരത്തെ വരെ ഉയർപ്പിച്ചവൻ. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സകലത്തെ സൃഷ്ടിച്ചെടുത്തവൻ. ഓ മൈ ഗോഡ്, ഹല്ലേലൂയ. മനുഷ്യനിൽ ജീവശ്വാസം ഊതിയവൻ, മനുഷ്യന്റെ ജീവനെ തിരിച്ചു വിളിക്കുന്നവൻ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ, സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും നൽകപ്പെട്ടവൻ എന്റെ ഡാഡിയാ. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. എത്ര പേർക്ക് ഈ യേശുവിനെ അറിയാം? നമ്മുടെ വിചാരം എന്നാണെന്നറിയാം, നമ്മൾ ഏതാണ്ടൊക്കെ ചെയ്യുമ്പോഴാ കർത്താവ് ഏതാണ്ടൊക്കെ ചെയ്യുന്നതെന്നാ. ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കളാണെങ്കിൽ അവകാശികളാ. അവകാശികളാ. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. 1-2 വാക്യോടെ വായിച്ചാൽ പ്രാർത്ഥിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഈ സഭായോഗത്തിൽ ഇരിക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്കൊരു ജയജീവിതമാണ് നയിക്കേണ്ടിയെന്ന്? വായിച്ചു 1 യോഹന്നാൻ 5-ാം അധ്യായം 4-5 വാക്യങ്ങൾ. 1 യോഹന്നാൻ 5-ാം അധ്യായം 4-5 വാക്യങ്ങൾ. യെസ്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. അവൻ ലോകത്തെ ജയിക്കാൻ സ്റ്റെപ്പ് നമ്പർ 1 ദൈവത്തിൽ നിന്നും ജനിക്കണം. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? അതെന്നാ ഈ ദൈവത്തിൽ
നിന്ന് ജനിച്ചവൻ ലോകത്തെ ജനിക്കുന്നേ? ഇതേ ചോദ്യം നിക്കോദിമോസ് എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിനോട് ചോദിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിക്കോദിമോസ് എന്ന പരീക്ഷ പ്രമാണി യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു അവനോട് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. എന്നാ എല്ലാ സ്തോത്രവും പോയേ. അപ്പം വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണമെന്നോ? ബോൺ അഗെയിൻ, ചേർന്ന് പറഞ്ഞേ, ബോൺ അഗെയിൻ, വീണ്ടും ജനനം പ്രാപിച്ചവൻ. ചേർന്ന ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിക്കോദിമോസ് ചോദിച്ചു, ഇനിയും ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ 70 വയസ്സായി, ഇനിയും എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഒന്നുകൂടെ പോയി കിടക്കണമെന്നാണോ ഈ പറയുന്നതിൻ്റെ അർത്ഥം? യേശു പറഞ്ഞല്ല, ആ ജനനത്തെക്കുറിച്ചല്ല ഈ പറയുന്നേ, നിന്റെ അകത്തൊരു ജനനം നടക്കണം. ഇന്ന് പകലിൽ യഥാർത്ഥമായി നിന്റെ ഹൃദയത്തിൽ ഒരു ജനനം എത്ര പേർക്ക് നടന്നിട്ടുണ്ട്? ആ ജനനം എന്നാന്നറിയാമോ? യേശു നിന്നിൽ വരണം, യേശു നിന്റെ ഉള്ളിൽ ജനിക്കണം. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ആഴമായി ഞാൻ പഠിപ്പിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിച്ചേ. 1 പത്രോസ് 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. ആ ജനനം എങ്ങനെയാണെന്നുണ്ട് അവിടെ? കെടുന്ന ബീജത്താലല്ല. ഈ ഭൂമിയിലെ ജനനം നടക്കുന്നത് ബീജങ്ങളാലാണ്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നു കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ. കെടാത്തതിനാൽ ജീവനുള്ളതും. ചേർന്ന് പറഞ്ഞ ജീവനുള്ളത്, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ. രണ്ടാമതായി പറഞ്ഞ നിലനിൽക്കുന്നത്, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ, ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാവോ. ഈ ഭൂമിയിലെ പിതാവിന്റെ രക്തത്താൽ ബീജത്താൽ ജനിക്കപ്പെട്ടവൻ, നമ്മൾ പറയാറില്ലേ, അവൻ അവൻ്റെ അപ്പൻ്റെ സ്വഭാവം തന്നെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ ക്രിസ്തുയേശുവിൽ വീണ്ടും ജനിച്ചവൻ, അവൻ്റെ അകത്ത് വീണ വിത്തെന്ന് പറയുന്നത് ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ വചനത്താൽ അവൻ ജനിച്ചേ. പ്രൈസ് ദി ലോർഡ്. അവനൊന്നും കണ്ടുകൊണ്ട് പേടിക്കുന്നവനല്ല, അവൻ്റെ അപ്പനും ഒന്നും കണ്ടുകൊണ്ട് പേടിച്ചിട്ടില്ല. എത്ര പേരത് കേട്ടിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്. കാരണം അപ്പൻ്റെ ആ DNA അവനകത്ത് നിൽക്കുന്ന, അവൻ്റെ അപ്പൻ്റെ ക്വാളിറ്റി അവൻ കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങളുടെ പിതാവിനും മാതാവിനും ജനിച്ചു, സത്യം. പക്ഷേ ദൈവവചനമാകുന്ന കെടാത്ത ബീജം എന്ന വിത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ വീണപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വീണ്ടും ജനനമുണ്ടായി. നിങ്ങൾ യേശുവിൽ വീണ്ടും ജനിച്ചു, നിങ്ങളുടെ ഉള്ളിൽ യേശു വന്നു. ഇപ്പോൾ നിങ്ങളുടെ അകത്ത് വീണിരിക്കുന്ന വിത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് തിരകളെ കണ്ടാലോ കാറ്റിനെ കണ്ടാലോ പേടിക്കുന്നവന്റെ വിത്തല്ല അകത്ത് വീണേക്കുന്നേ. ഞാനിത് പറയുമ്പോൾ ഇതിന്റെ സീരിയസ് തിങ് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അന്ധനെ കണ്ടാലോ ചെകിടനെ കണ്ടാലോ മരിച്ച ബോഡി മുമ്പിൽ കൊണ്ടുവച്ചാലോ തിരകൾ അലറി വിളിച്ചാലോ യഹൂദ ഗവൺമെന്റ് പിടിച്ച് ക്രൂശെ കയറ്റിയാലോ ഒന്നും കണ്ടോണ്ട് പേടിക്കുന്നവന്റെ വിത്തല്ല നിന്റെ അകത്ത് വീണേക്കുന്ന. എല്ലായിടത്തും ജയമെടുത്ത, ഒന്നിന്റെ മുമ്പിൽ പരാജയപ്പെടാത്ത പിതാവിന്റെ മക്കളാ നമ്മൾ. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ സ്റ്റാൻഡേർഡിൽ വേണം മക്കൾ നിൽക്കാൻ. ഹല്ലേലൂയ. ഒന്നിന്റെ മുമ്പിലും പതറിപ്പോകാത്ത, ഒന്നിന്റെ മുമ്പിലും ഭാരപ്പെടാത്ത. ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ ഇത് വെളിപ്പാടായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങളിത് ഉള്ളിൽ സ്വീകരിക്കണം. കാര്യം എന്നാണെന്നറിയോ? നിങ്ങളെ ഇന്ന് പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുക. ആരുടെ മക്കളാ നിങ്ങളെന്ന് മനസ്സിലാക്കിക്കോണം. അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ സകല വിഷയത്തിനും വിടുതലാന്നുള്ളത് മറന്നു പോകരുത്. പിറുപിറുക്കരുത്.
ചെങ്കടൽ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം പുറപ്പെട്ട് ചെങ്കടലിനെ വിഭാഗിക്കുന്ന സമയത്ത് ഇസ്രായേൽ മക്കളിൽ പലരും പിറുപിറുത്തു, പലരും കുറ്റം പറഞ്ഞു. പക്ഷേ വിശ്വാസത്തോടെ കൈനീട്ടിയ മോശയുടെ മുമ്പിലാ ചെങ്കടൽ പിളർന്നു മാറിയേ. ഇന്ന് പകൽ ആർത്തു വിളിക്കുന്ന ചെങ്കടലാണ് നിന്റെ മുമ്പിലെങ്കിലും നിന്റെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ അതിനെ വിഭാഗിക്കാൻ സാധ്യമാത്. ഹല്ലേലൂയ. രോഗത്തിന്റെ മുമ്പിൽ വിട്ടുകൊടുക്കരുത്. എൻ്റെ ആത്മീയ മക്കളോടും ദൈവസഭയോടും ഞാൻ പറയാം, രോഗത്തിന് മുമ്പിൽ വിട്ടുകൊടുക്കരുത്. വെന്റിലേറ്റർ ഓഫ് ചെയ്ത അവൻ തീർന്നു പോകുന്ന കേസാണെങ്കിലും വിട്ടുകൊടുക്കരുത്. പിടിച്ചോണം, അതിനെ വിട്ടുകൊടുക്കരുത്. പിടിച്ചോണം തിരിച്ച്. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. വിട്ടുതരത്തില്ല ഞാൻ. എന്നും പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സ്വർഗത്തിലെ പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ സഭയാ കുടുംബങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആത്മീയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റ പിശാചിനും ഞാൻ അവരെ വിട്ടു തരത്തില്ല. ഒറ്റ പിശാചിനും അവരെ തൊടാൻ പെർമിഷൻ ഇല്ല. വിട്ടു തരത്തില്ല. എവിടെയും പിശാച് പിടിമുറുക്കിയിട്ടുണ്ട്. ഇന്ന് പകലത്തെ സമയം കഴിയുമ്പോൾ അവന്റെ കരം അവൻ പിൻവലിക്കും. യേശുവിന്റെ നാമത്തിൽ കോട്ടകൾ പൊളിക്കുന്ന ശക്തി, യെരിഹോവിനെ വീഴ്ത്തുന്ന ശക്തി. ഇസ്രായേൽ മക്കൾ യെരിഹോ മതിലിന് ചുറ്റും 6 ദിവസം കാഹളമൂതിയിട്ടും ഒന്നും നടന്നില്ല. ഇന്ന് പകൽ ചിലർ പറയുന്നു, ഞാൻ ഉച്ചത്തിൽ സ്തുതിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. ഞാൻ ഉച്ചത്തിൽ ആരാധിക്കുന്നു, സംഭവിക്കുന്നില്ല. എന്നാൽ നിനക്കൊരു 7-ാം ദിവസം വരുന്നുണ്ട്. യോശുവയും കൂടെയുള്ളവരും വിളിച്ചു പറഞ്ഞു, കാഹളമൂതുവിൻ, കാഹളമൂതുവിൻ. കാഹളമൂതിയപ്പോൾ തിരുവെടുത്ത് പറയുന്നു, യെരിഹോ മതിൽ നിലംപരിയായി. കഴിഞ്ഞ 6 ദിവസവും കാഹളമൂതിയിട്ടൊന്നും നടന്നില്ല. കഴിഞ്ഞ 6 ദിവസവും സ്തോത്രം ചെയ്തിട്ടൊന്നും നടന്നില്ല. കഴിഞ്ഞ യെരിഹോ മതിൽ സാധാരണ മതിലല്ല. 7ഓളം ഇരുമ്പ് രഥങ്ങളുള്ള, രഥചക്രങ്ങളുള്ള കുതിരവണ്ടികൾക്ക് ഒന്നിച്ചു നിരന്നു പോകാവുന്ന വീതിയുണ്ട് മുകൾ ഭാഗത്തിന്. 7 വരിപ്പാത എന്ന് വേണേ പറയാം. പ്രൈസ് ദി ലോർഡ്. അത്രത്തോളം വലിപ്പമുള്ള യെരിഹോ മതിൽ നിസ്സാരപ്പെട്ട ദൈവജനത്തിന്റെ സ്തുതിയുടെയും ആർപ്പിന്റെയും മുൻപിൽ അത് നിലംപരിചായെങ്കിൽ ഇന്ന് പകൽ കൊട്ടാരക്കര ചിലത് നടന്നുകൊണ്ടിരിക്കുക. നിന്റെ പട്ടണത്തിൽ ചിലത് നടന്നുകൊണ്ടിരിക്കുക. ഒരു മന്ത്രവാദങ്ങളും ഒരാഭിചാരങ്ങളും നിനക്ക് കേൾക്കത്തില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കത്തില്ല. നിന്റെ ബിസിനസ്സിൽ നന്മയുണ്ടാകാതിരിക്കാൻ, നിന്റെ ജോലിയിൽ നീ മെച്ചപ്പെടാതിരിക്കാൻ, നിന്റെ കടയ്ക്ക് മൂലയിലോ നിന്റെ കടയ്ക്കോ അവകാശം പറഞ്ഞ് പൂജകൾ നടത്തിയെങ്കിൽ, നിന്റെ കടയ്ക്കെതിരെ ആഭിചാരം പറഞ്ഞെങ്കിൽ, ആരോടോ പരിശുദ്ധനോ പറയുന്നു, ഇവിടെ ഇരുന്ന് നീ സ്തുതിക്കുമ്പോൾ തന്നെ തീയുടെ മുൻപിൽ മെഴുകുരുകുന്ന പോലെ യേശുവിന്റെ നാമത്തിൽ അത് ഉടയുക. പരാജയപ്പെട്ടവന്റെ ബീജമല്ല എന്നിൽ വീണേക്കുന്നേ. പരാജയപ്പെട്ടവനല്ല എന്നിൽ ജനിച്ചേക്കുന്നേ. മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല. ഒരു ഗവൺമെന്റിനും അവനെ തടയാൻ പറ്റിയില്ല. അവനോട് എതിർത്ത് നിൽക്കാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. ശക്തി അവനിൽ നിന്നും പുറപ്പെട്ടു. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. ഇന്ന് പകൽ നീ ആരുടെ മോനാ നോർത്തോണം, ആരുടെ മകളാ നോർത്തോണം. ആഭിചാരകൻ ആഭിചാരം ചെയ്തോട്ടെ, മന്ത്രവാദി മന്ത്രവാദം ചെയ്തോട്ടെ, പക്ഷെ നീ തിരിച്ചറിഞ്ഞോണം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധം നിനക്ക് ഫലിക്കത്തില്ല. ആരോടൊക്കെയോ പരിശുദ്ധാത്മ പ്രവചിക്കുന്നു. ചില നന്മകൾ ഒഴുകിക്കൊണ്ടിരുന്നതാ, ചില അനുഗ്രഹങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നതാ. എന്നാൽ ഒരു ബണ്ട് വെച്ച് കെട്ടി അടയ്ക്കുന്ന പോലെ അതിനെ പിശാചി ദിവസങ്ങളെ തടയിട്ടിരിക്കുക. പഴയതുപോലെ ബിസിനസ് നടക്കുന്നില്ല, പഴയതുപോലെ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നില്ല, പഴയതുപോലെ വഴി തുറക്കുന്നില്ല. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ
ശക്തിയാൽ ആ ബണ്ട് പൊട്ടുകയാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കുടുംബത്തിലുള്ള സകലരും ഈ ജയത്തിന്റെ യേശുവിനെ അറിയാൻ പോവാ. ജയം, ജയം. എത്രയോ കുടുംബങ്ങളെയാ പിശാച് തകർത്തോണ്ടിരിക്കുന്നേ. എത്രയോ കുടുംബങ്ങളെയാ അവൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നേ. എത്രയോ കുടുംബ ജീവിതങ്ങളെയാ അവൻ തകർത്തോണ്ടിരിക്കുന്നേ. ഇന്ന് പകൽ നിന്റെ കുടുംബ ജീവിതത്തിന് മധ്യേയും യേശുവിന്റെ കരം ഇറങ്ങുന്ന പകലാ. ഇതിനകത്ത് രോഗികൾ ഇരിപ്പുണ്ടോ? കടഭാരമുള്ളവരെ കൈവക്കി പ്രാർത്ഥിച്ചു. രോഗികൾ ഇരിപ്പുണ്ടോ? ഒരു കുഞ്ഞു സൗഖ്യം മുതൽ വലിയ സൗഖ്യം വരെ പ്രതീക്ഷിക്കുന്ന ഇരിപ്പുണ്ടോ? കൈ ഉയർത്തിപ്പിടിക്ക്. വിട്ടുകൊടുക്കത്തില്ല. നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കത്തില്ല. നിന്നെ പിശാചിന് വിട്ടുകൊടുക്കത്തില്ല. നീ ജീവനോട് ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. 2013 25,000 പേര് കൂടുന്ന ആരാധനയാ എന്റെ ദർശനം. മന്ത്രിമാർ നിന്നോട് കൂടെ ഇവിടെ ഇരുന്ന് ആരാധിക്കും. MLA മാർ ദൈവത്തെ സ്തുതിക്കും. പോലീസ് കമ്മീഷണർമാർ ഇവിടെ വന്ന് ദൈവത്തെ സ്തുതിക്കും. 10,000 ചേർന്ന് ആരാധിക്കും. രാജ്യങ്ങൾ, പട്ടണങ്ങൾ യേശുവിനെ അറിയും. ഭാരതം യേശുവിനെ കാണും. എത്ര പേർ എന്നോട് കൂടെയുണ്ട്? Somebody come on. എനിക്ക് ചിലരെ വേണം. ഈ യുദ്ധത്തിനായി ചിലരെ വേണം. രാജ്യങ്ങളെ നേടാൻ, പട്ടണങ്ങളെ നേടാൻ, സംസ്ഥാനങ്ങളെ നേടാൻ. ചെറിയ ദർശനമല്ല ദൈവം നൽകിയേക്കുന്നേ. ചെറിയ ദർശനമല്ല. ഈ സഭയിൽ ആരാധിക്കാൻ വരുന്ന ഒരു കുടുംബത്തിലും പീഡകനെ കടക്കാൻ പെർമിഷൻ ഇല്ല. ഓരോ പ്രഭാതത്തിലും ഓരോ രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഓരോ കുടുംബത്തെയും യേശുവിന്റെ രക്തം മുദ്രയായിരിക്കും. രക്തം മുദ്രയുള്ളവനെ സംഹാരക നിനക്ക് തൊടാൻ കഴിയത്തില്ല. രക്തമുദ്രയുള്ളതിനെ നിനക്ക് തൊടാൻ കഴിയത്തില്ല. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാ. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എത്ര പേർ ആമേൻ പറഞ്ഞെന്ന് എനിക്കറിയാം. ഈ സമയത്ത് ഞാൻ ഇവിടെ പറയുന്നത് മുഴുവൻ ദൈവം ചെയ്യും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിന്റെ കടം മാറുക മാത്രമല്ല, അനേകരുടെ കടം നീ വീട്ടും. എത്ര പേർ അതിന് ആമേൻ പറയുമെന്ന് എനിക്കറിയത്തില്ല. പാസ്റ്റർ ടിനു പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ കൈവെക്കുമ്പോൾ ക്യാൻസർ മാറുന്നത് ഞാൻ കാണും. നീ കൈവെക്കുമ്പോൾ ഭൂതങ്ങൾ പോകുന്നത് ഞാൻ കാണും. ഓ, എന്റെ മക്കളെ ദൈവം ഉപയോഗിക്കുന്നത് ഞാൻ കാണും. ഈ ജനത്തെ ദൈവം ഉപയോഗിക്കുന്നത് ഞാൻ കാണും. നിങ്ങളെ തകർക്കാൻ പിശാച് എത്ര ശ്രമിച്ചാലും അവന്റെ തന്ത്രം നടക്കത്തില്ല. നടക്കത്തില്ല, 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 നടക്കത്തില്ല. ദൈവം ഒരു പുതിയ ചർച്ച തരുമ്പോൾ വിശ്വാസത്തെ പ്രഖ്യാപിക്കുക. ദൈവം ഒരു പുതിയ ചർച്ച തരുമ്പോൾ 25,000 പേരവിടെ ഉണ്ടെങ്കിൽ കുറഞ്ഞത് 20,000 കാറെങ്കിലും അവിടെ പാർക്ക് ചെയ്യും. സകലരും അനുഗ്രഹിക്കപ്പെടും. താല്പര്യമുണ്ട്, റിസീവ് ചെയ്തോ. താല്പര്യമുണ്ട്, മേടിച്ചോ. ദേശം യേശുവിനെ കാണും. മഹത്വം ഒരു മനുഷ്യനും വേണ്ട. ഒരു മനുഷ്യനും മഹത്വം വേണ്ട. ഒരു പാസ്റ്റർ ടിനുവിനോ ഇവിടെ നിൽക്കുന്ന ആർക്കും ആരെ സൗഖ്യമാക്കാൻ ഒക്കത്തില്ല. യേശുവാ സൗഖ്യമാക്കുന്നേ. ഒന്നേ ആഗ്രഹമുള്ളൂ, അവന്റെ നാമം മാത്രം ഉയരണം. അവന്റെ നാമം മാത്രം മഹത്വപ്പെടണം. ഹല്ലേലൂയ. ജയം. ഈ വാക്ക് പൗലോസ് പറഞ്ഞതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. അതിന് തൊട്ടു മുകളിൽ പറയുന്നു, ഏ മരണമേ നിന്റെ ജയം എവിടെ? ഏ മരണമേ നിന്റെ വിഷമുള്ളവിടെ? എന്നിട്ടാ പറഞ്ഞ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. രോഗത്താലാണോ ഇവിടെ ഇരിക്കുന്നേ? ആരെ നോക്കുക? ഇവിടെ ഇരിക്കുന്ന ഒരു പാസ്റ്ററെ നോക്കണ്ട.
ടിനു പാസ്റ്റർ കൈവച്ചാൽ മാത്രമല്ല വിടുതൽ നടക്കുന്നേ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ സ്വിച്ച് ഇട്ടാൽ ഫാൻ കറങ്ങുമെങ്കിൽ നിങ്ങൾ സ്വിച്ച് ഇട്ടാലും ഫാൻ കറങ്ങും. ഞാൻ കൈവച്ചാൽ സൗഖ്യം നടക്കുമെങ്കിൽ നീ കൈവച്ചാൽ സൗഖ്യം നടക്കും. രോഗിയാണെങ്കിൽ സ്വന്തം രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് പറയണം, യേശു ക്രിസ്തു മുഖാന്തരം ഈ രോഗത്തിൽ നിന്ന് എനിക്ക് ജയം. നിന്റെ കടയിലെ ബിസിനസ് നടത്തുന്ന കടയിൽ നിന്റെ മേശയിൽ പൈസ വീടുന്നില്ലെങ്കിൽ ആ കൗണ്ടറിലോട്ട് കയറി നിന്ന് 2 കൈ മേശയിലോട്ട് കുത്തിയേച്ച് പറയണം, യേശു ക്രിസ്തു മുഖാന്തരം എൻ്റെ സ്ഥാപനത്തിന് ജയം. എടുത്തു വെച്ച് പ്രാർത്ഥിച്ചോണം. വരയ്ക്കുമ്പോൾ നല്ല പ്ലാൻ വരച്ചോണം. അതിൻ്റെ മേൽ കൈവച്ചോണം. ദൈവം നിനക്ക് നൽകിത്തരും. എവിടെ യാഗത്തിനുള്ള മൃഗം? എവിടെ വീട് കെട്ടാൻ പൈസ? എവിടെ കട്ട? എവിടെ സിമെന്റ്? എവിടെ വസ്തു? എവിടെ മേശരിമാരെവിടെ? കോൺട്രാക്ടർ എവിടെ? യഹോവ ജൈറ, അവൻ കരുതിക്കോളും. ഇന്ന് പകൽ ഇന്നത്തെ മെസ്സേജ് ഏറ്റെടുത്തോണ്ട് പോകുന്നവൻ എന്തേലുമൊക്കെ ചെയ്തിരിക്കും. സ്വോത്രം സ്വോത്രം. പിള്ളാര് എൻ്റെ ജെറമയ ബുക്കെടുത്ത് വെച്ച് പെൻസിലെടുത്ത് ബുക്കെ കുത്തി വരയ്ക്കുന്ന പോലെ ഈ മെസ്സേജ് കേട്ട് എന്തെങ്കിലുമൊക്കെ കുത്തി വരച്ചോണ്ടാ പോകുന്നതെങ്കിൽ അവൻ കുളമായിരിക്കും. പക്ഷെ ഇത് ചൊവ്വേ വരച്ചോണ്ട് പോകുന്നവൻ ഇന്ന് പകൽ എന്തേലുമൊക്കെ പ്രാപിച്ചിരിക്കും. ഇന്നത്തെ മെസ്സേജിലെ ഒറ്റ വാക്ക് മതി, വിട്ടുകൊടുക്കരുത്. ഇതൊറ്റ ഒരു വാക്ക് മതി ഇതിന്റെ ആയുസ് മുഴുവൻ നീ രക്ഷപ്പെടാൻ. മനസ്സിലാകുന്നവർക്കായി നീ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ മൈക്കൊക്കെ പിടിച്ച് പ്രസംഗിക്കാനൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞകാല ജീവിതം ഓർക്കാറുണ്ട്. ഈയോ, അതിനകത്തെല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം പ്രശ്നങ്ങളുടെ നടുവിലൂടെ പോയിട്ടുണ്ടെന്നറിയാവോ? പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം പ്രതികൂലത്തിൻ്റെ മധ്യേ, എവിടെല്ലാം. പക്ഷെ അവിടെല്ലാം എൻ്റെ ഹൃദയത്തിൽ തോറ്റവനെ കുറിച്ചുള്ള വെളിപ്പാടല്ല, ജയിച്ചവനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് കർത്താവിനെ നന്ദി പറയാമോ? യേശുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ വെളിപ്പാടെന്നാ? യേശു ആരാ? ജയം തരുന്നവനാണോ? ആണെങ്കിൽ അവൻ നിന്റെ അവസാനം വരെ അങ്ങനെ ആയിരിക്കും. യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കഷ്ടതയാണോ? എല്ലായിടും ദുഃഖം, കണ്ണുനീർ, കയ്പ്, ഇതൊക്കെയാണോ? തരുന്നതെല്ലാം മേടിച്ചോണ്ട് അവിടെ ഇരുന്നോണം. സ്തോത്രം. വേദനയുണ്ടോ? ഉണ്ട്. കഷ്ടമുണ്ടോ? ഉണ്ട്. നിന്നയുണ്ടോ? ഉണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു വാക്ക് ഞാൻ എടുത്തു പറയാം. വിശാലവും സഫലവുമായൊരു വാതിൽ കർത്താവ് ഞങ്ങൾക്കായി തുറന്നിരിക്കുന്നു. എതിരാളികൾ പലരും ഉണ്ട്. നമ്മളെന്നെ പറയുന്നതോ വിശാലവും സഫലവുമായൊരു വാതിൽ തുറന്ന്, എതിരാളികൾ പലരും ഉണ്ട്. നമ്മൾ ആദ്യം കാണുന്ന എതിരാളിയാ. പക്ഷെ പൗലോസ് പറയുന്നത് അറിയോ? വിശാലവും സഫലവുമായൊരു വാതിൽ അവൻ ഞങ്ങൾക്ക് മുമ്പിൽ തുറന്നിരിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യം എതിരാളിയല്ല, തുറന്ന വാതിലാ. ഓ, കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലായിടത്തും, എല്ലായ്പ്പോഴും, എല്ലാ സമയവും ജയം തരുന്നവൻ, ജയകരമായൊരു ജീവിതം നയിക്കുവാൻ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്ന എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്കെല്ലാത്തിലും പൂർണ്ണ ജയം അങ്ങ് നൽകുന്നവനാണ്. ഇന്നുവരെയും ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ എങ്ങും പരാജയമല്ല കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എല്ലായിടം ജയം തന്നെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ആ കരമെല്ലാം ഉയർത്തി കർത്താവ് വാഴുകയാൽ എനിക്കൊരാകുലവുമില്ല. ഇന്ന് ഈ പകലിൽ എനിക്ക് ജയം തരുന്നവൻ എന്റെ അരികിലുണ്ട്. ഈ സമയത്ത് വലിയ ഡെലിവറൻസ് കർത്താവിനെ ചെയ്യും.
ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങൾ ഓരോരുത്തരോടും ദൈവസഭയോടും കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ തീരുമാനമെടുത്ത പ്രിയപ്പെട്ടവരോടും അടിയങ്ങളോടും ഇന്നു മുതൽ കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലായിടത്തും